ഇന്ന് നമ്മൾ സ്ഥിരമായിട്ട് വരുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഒറ്റ വീഡിയോ കൊണ്ട് ആ മിസ്റ്റേക്ക് അങ്ങ് കംപ്ലീറ്റ് മാറ്റാൻ പോവാട്ടോ. നമ്മൾ സാധാരണ പറയില്ലേ, എനിക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമാണ്, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ കൂടെ അതെ എനിക്കും ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയിൽ നിന്നാ, ഞാനും, അങ്ങനെ പറയില്ലേ. അപ്പോൾ ഈ ഞാനും അല്ലെങ്കിൽ എനിക്കും അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് പലരും എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു സെൻറ്റൻസ് അങ്ങ് പഠിച്ചു വയ്ക്കും. എന്നിട്ട് ഈ ഞാനും അല്ലെങ്കിൽ എനിക്കും അങ്ങനെയാ അല്ലെങ്കിൽ എനിക്കും പറ്റും മുതലായ എല്ലാ കേസിലും ആ ഒറ്റ സെൻറ്റൻസ് അങ്ങ് ഉപയോഗിക്കും. മിക്കവാറും സോ ആം ഐ എന്നായിരിക്കും. ഈ സോ ആം ഐ ഉപയോഗിക്കേണ്ട ഒരു സ്ഥലമുണ്ട്, അല്ലാത്ത സ്ഥലത്ത് അതിന് പറ്റിയ സെൻറ്റൻസുകളുണ്ട്. ചെറിയ മാറ്റം വരുത്തണം നമ്മുടെ ഈ സെൻറ്റൻസിൽ. അപ്പോൾ അത് എവിടെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ പറയാണ്, എനിക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമാണ്. ഒരാൾ പറയാം, അതെങ്ങനെ പറയും? ഇഷ്ടം എന്ന് ലൈക്ക്. ഐ ലൈക്സ് അല്ല ലൈക്ക്, ഐയുടെ കൂടെ എസ് ഇടരുത്. ഐ ലൈക്ക് ചോക്ലേറ്റ്സ്. ഐ ലൈക്ക് ചോക്ലേറ്റ്സ്. അപ്പോൾ എനിക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമാണ്. എനിക്കും അതെങ്ങനെ പറയും? അപ്പോൾ ഇത് ആദ്യം അങ്ങ് പഠിച്ചു വയ്ക്കുക. സോ ഡു ഐ. സോ ഡു ഐ. എനിക്കും അങ്ങനെയാണ്. സോ ഡു ഐ. അത് പഠിച്ചു വെച്ചോ. ഇനിയിപ്പോൾ ഞാൻ പറയാണ്, ഐ ഡോണ്ട് ലൈക്ക് ചോക്ലേറ്റ്സ്. എനിക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമല്ല, ഒരു കയ്പ്പാണ് അതിന്. അതെങ്ങനെ പറയും? ഐ ഡോണ്ട് ലൈക്ക് ചോക്ലേറ്റ്സ്. എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ലൈക്ക് ചോക്ലേറ്റ്സ്. എനിക്കും അതെങ്ങനെ പറയും? കേട്ടുന്ന ആൾ പറയാണ്, എനിക്കും ഇഷ്ടമല്ല, എന്തെങ്കിലും ആൾക്കാർ ചോക്ലേറ്റ്സിന് പുറകെ പോണേ, എനിക്കും ഇഷ്ടമല്ല. അങ്ങനെ പറയും. ആദ്യം നമ്മൾ പഠിച്ചത് സോ ഡു ഐ, അത് എനിക്കും ഇഷ്ടമാണ് എന്ന് പറയാൻ. പക്ഷെ എനിക്കും ഇഷ്ടമല്ല എന്ന് പറയാൻ നൈദർ ഡു ഐ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലായോ? എനിക്ക് സംഭവം ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം കൂടെയുള്ള ആൾ ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് സോ ഡു ഐ എന്ന് പറഞ്ഞു. എനിക്കൊരു സാധനം ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞപ്പം കൂടെയുള്ള ആൾ അയാൾക്കും ഇഷ്ടമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നൈദർ ഡു ഐ അത് പറഞ്ഞു. അപ്പോൾ രണ്ട് സെൻറ്റൻസ് പഠിച്ചേ, സോ ഡു ഐ, നൈദർ ഡു ഐ. എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായി. ഇനി എൻ്റെ കാര്യം മാത്രമല്ല ഇപ്പോൾ പറഞ്ഞത്, അവൾക്കും അങ്ങനെയാണ് പറയേണ്ടതെങ്കിലോ. അപ്പോൾ നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമാണ്, ഇവൾക്കും ഇഷ്ടമാണ്, അങ്ങനെ പറയും. സോ ഡസ് ഷീ. അപ്പോൾ ഷീ വരുമ്പോൾ ഡസ് വേണം, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐയുടെ കൂടെ ഡു അല്ലേ, അതുകൊണ്ടാണ് സോ ഡു ഐ. അവൾക്കും അങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് സോ ഡസ് ഷീ. അവനാണെങ്കിലോ, എനിക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമാണ്, അവനും ഇഷ്ടമാണ്. സോ ഡസ് ഹീ. അവർക്കും ഇഷ്ടമാണ്, എങ്ങനെ പറയും? അവർ, ദേ. സോ ഡു ദേ. ഞങ്ങൾക്കും ഇഷ്ടമാണ്, ഞങ്ങൾ കുറച്ച് പേരുണ്ട്, അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പറയും ഞങ്ങൾക്കും ഇഷ്ടമാണ്, അങ്ങനെ പറയും. സോ ഡു വി. അപ്പോൾ ഐ യു ദേ വിയുടെ കൂടെ ഡു ഉപയോഗിക്കുക. ഹി ഷീ ഇറ്റിനൊപ്പം ഡസ് ഉപയോഗിക്കുക. അപ്പോൾ അത് മനസ്സിലായോ? അപ്പോൾ മറ്റേ സെൻറ്റൻസോ, എനിക്ക് ചോക്ലേറ്റ്സ് ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല, അങ്ങനെ പറഞ്ഞു. നൈദർ ഡു ഐ. അപ്പോൾ അവൾക്കും ഇഷ്ടമല്ല, അവളും അങ്ങനെ തന്നെയാണ്, അങ്ങനെ പറയും. നൈദർ ഡസ് ഷീ. അവനും ഇഷ്ടമല്ലെന്നോ? നൈദർ ഡസ് ഹീ. അവർക്കും ഇഷ്ടമല്ലെന്നോ? നൈദർ ഡു ദേ. ഡു വന്നു. ഞങ്ങൾക്കും ഇഷ്ടമില്ല എന്ന് പറയണമെങ്കിലോ, ഞങ്ങൾ വി. നൈദർ ഡു വി. അപ്പോൾ ആ സംഭവം മനസ്സിലായില്ലേ? ഇനി അടുത്ത സെൻറ്റൻസ് പറയട്ടെ. എനിക്ക് അറബി വായിക്കാൻ പറ്റും. അതെങ്ങനെ പറയും? എനിക്ക് വായിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ, എന്തെങ്കിലും പറ്റും എന്ന് പറയുമ്പോൾ ക്യാൻ എന്നുള്ള വാക്ക് ഓർമ്മ വരണേ. ഐ ക്യാൻ റീഡ് അറബിക്. ഐ ക്യാൻ റീഡ് അറബിക്. വായിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറയാം എനിക്കും പറ്റും. അതെങ്ങനെ പറയും? അവിടെ സോ ഡു ഐ അല്ല, അവിടെ ക്യാൻ വന്നില്ലേ മോഡൽ വെർബ്. ആ സമയത്ത് ആ ക്യാൻ വേണം നമ്മൾ ഉപയോഗിക്കാൻ. സോ ക്യാൻ ഐ. എനിക്കും. സോ ക്യാൻ ഐ. മലയാളത്തിൽ നമുക്ക് ഇത്രയും പ്രശ്നമില്ല അല്ലേ, എന്ത് വന്നാലും എനിക്കും പറ്റും അങ്ങനെ പറയൂലേ, അല്ലെങ്കിൽ എനിക്കും മാത്രം മതി. പക്ഷേ ഇംഗ്ലീഷിൽ ആ പറ്റും എന്നുള്ള വാക്ക് വരണം അവിടെ. സോ ക്യാൻ ഐ. സോ ആം ഐ അല്ല വരിക. അപ്പോൾ ഇനി അവൾക്കും പറ്റുന്ന പറയും? എളുപ്പല്ലേ. സോ ക്യാൻ ഷീ. അവൾക്കും പറ്റും. സോ ക്യാൻ ഷീ. അവനാണെങ്കിലോ, സോ ക്യാൻ ഹീ. അവർക്കും പറ്റുന്നതാണെങ്കിലോ, അവർ, ദേ. സോ ക്യാൻ ദേ. ഞങ്ങൾക്കും പറ്റുന്നതാണെങ്കിലോ, സോ ക്യാൻ വി. അവിടെ ക്യാൻ മാറില്ല. ഐ യു ദേ വി ഹി ഷീ ഇറ്റ് ആര് വന്നാലും ക്യാൻ തന്നെയായിട്ട് നിൽക്കും. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ പറ്റില്ല എന്നാണെങ്കിലോ, ഉദാഹരണത്തിന് എനിക്ക് അറബിക്ക് വായിക്കാൻ അറിയില്ല. ഐ കാൺട്ട് റീഡ് അറബിക്. അപ്പോൾ എനിക്കും പറ്റില്ല. അതെങ്ങനെ പറയും? നൈദർ ക്യാൻ ഐ. നൈദർ ക്യാൻ ഐ. അപ്പം നൈദർ വെച്ചിട്ട് വേണം അത് പറയാൻ കേട്ടോ. അപ്പോൾ അത് മനസ്സിലായില്ലേ? അടുത്തത്, ഞാൻ ആ മത്സരം കണ്ടിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ്റെ മത്സരം ഇവിടെ കൊച്ചി വെച്ച് നടന്നു, ഞാൻ കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. അങ്ങനെ പറയാം, ഐ ഹാവ് വാച്ച്ഡ് ദ മാച്ച് അല്ലേ, അങ്ങനെ പറയാം. അന്ന് ഞാനും പോയിരുന്നു, ഞാനും കണ്ടിട്ടുണ്ട്, അങ്ങനെ പറയും.
സോ ഹാവ് ഐ, അവിടെ ഐ ഹാവ് വാച്ച്ഡ് വന്നില്ലേ, ഞാനും അത് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് സോ ഹാവ് ഐ കേട്ടോ. അവളും ചെയ്തിട്ടുണ്ട്, അതെങ്ങനെ പറയും? ഷീ, അവള്. അപ്പം എന്ത് വരും? സോ ഹാസ് ഷീ. അപ്പോൾ സോ ഹാസ് ഹീ. അപ്പോൾ ഐ യു ദേവി വരുമ്പം ഹാവ്, സോ ഹാവ് ഐ, സോ ഹാവ് വി, സോ ഹാവ് ദേ. ഹീ ഷീ വരുമ്പം ഹാസ്, സോ ഹാസ് ഷീ, സോ ഹാസ് ഹീ. ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നൈദർ ഹാവ് ഐ, നൈദർ ഹാസ് ഷീ, ആ ഫോർമാറ്റിൽ എഴുതുക. അത് ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോൾ വേറൊരു സെൻറ്റൻസാണ്, ഇത് വ്യത്യാസമുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്തു, ഇപ്പം പറഞ്ഞ സെൻറ്റൻസ് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, ഐ ഹാവ് ഡൺ സംതിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ്. ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം, ദയവ് ചെയ്താൽ വീഡിയോ ഒന്ന് കാണാം. പ്രസൻറ്റ് പെർഫെക്റ്റ് അറിഞ്ഞില്ലെങ്കിൽ ഇംഗ്ലീഷ് കുറച്ച് പാടാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, ആ ട്ടുണ്ട് അത് പറയുമ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. ചെയ്തു എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് അല്ലേ? അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്താ? ഐ ഹാവ് വാച്ച്ഡ്, ഞാൻ ആ മാച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രസൻറ്റ് പെർഫെക്റ്റ്ലി സെൻറ്റൻസ് ആണ്. എന്നാൽ ഞാൻ ഇന്നലെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചു, അങ്ങനെ പറയും ഐ വെൻറ്റ് ഷോപ്പിംഗ് യെസ്റ്റർഡേ. അത് സിമ്പിൾ പാസ്റ്റിലെ സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈ സെൻറ്റൻസ് കാണുമ്പോൾ ചിലർ ചോദിക്കും ഇത് ഇങ്ങനെ ഐ വെൻറ്റ് ഷോപ്പിംഗ്. അതൊരു ഫ്രേസാണ്. ഗോ ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഷോപ്പിംഗ് ചെയ്യാൻ പോവുക. അപ്പോൾ ഷോപ്പിംഗ് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് വെൻറ്റ് ഷോപ്പിംഗ്. അപ്പോൾ ഐ വെൻറ്റ് ഷോപ്പിംഗ് യെസ്റ്റർഡേ. സെൻറ്റൻസ് ക്ലിയർ ആയില്ലേ? ഇനി ഞാനത് ചെയ്തു എന്ന് പറയാം കേട്ടോ, ഞാൻ ഇന്നലെ ഷോപ്പിങ്ങിന് പോയി. അപ്പോൾ ആൾ പറയാം ഞാനും പോയി. അതെങ്ങനെ പറയും? സോ ആം ഐ അല്ല, സോ ഹാവ് ഐ അല്ല, സോ ക്യാൻ ഐ അല്ല. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഡിഡ് അത് വേണം. സോ ഡിഡ് ഐ, ഞാനും അങ്ങനെ ചെയ്തു. സോ ഡിഡ് ഐ കേട്ടോ. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറയാം, ഞാനും ചെയ്തു എന്ന് പറയാൻ സോ ഡിഡ് ഐ, അല്ലെങ്കിൽ സോ ഡിഡ് ഷീ. വി ആണെങ്കിലോ സോ ഡിഡ് വി, ദേ ആണെങ്കിലോ സോ ഡിഡ് ദേ, ഷീ ആണെങ്കിലോ സോ ഡിഡ് ഷീ. അപ്പോൾ ഡിഡ് പ്രത്യേകിച്ച് മാറ്റം വരില്ല. അയ്യോ ദേവിയും അല്ലെങ്കിൽ ഹീ ഷീറ്റ് ആണെങ്കിലും ഡിഡ് തന്നെ കേട്ടോ. ആകെ ശ്രദ്ധിക്കേണ്ടത് ഡൂവും ഡസും വരുമ്പോഴാണ്. അപ്പോഴാണ് ഐയും യുവും ദേയും വിയും വരുമ്പോൾ ഡൂവും, ഹീ ഷീറ്റ് വരുമ്പം ഡസും വരിക. സോ ഡു ഐ, സോ ഡസ് ഷീ, ആ വ്യത്യാസം വരിക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായോ കാര്യങ്ങൾ? ഐ ക്യാൻ ഡു സംതിങ് എന്ന് പറഞ്ഞപ്പം എനിക്കും പറ്റുമെന്ന് പറയാൻ സോ ക്യാൻ ഐ, അപ്പോൾ ക്യാൻ ഉപയോഗിച്ചു. ഐ ഹാവ് ബീൻ ടു ദുബായ്, ഞാൻ ദുബായിൽ പോയിട്ടുണ്ട്. സോ ഹാവ് ഐ, അവിടെയും ഹാവ് വന്നു. അപ്പോൾ നമ്മുടെ ആ പറയുന്ന സെൻറ്റൻസിലുള്ള ആ വേർബില്ലേ മിക്കവാറും അത് വരും, നമ്മൾ എനിക്കും ഉണ്ട് അല്ലെങ്കിൽ ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേറൊരു സെൻറ്റൻസ് പറയട്ടെ. അനു കാനഡയിലാണ്, എങ്ങനെ പറയും? അനു ഇസ് ഇൻ കാനഡ, അവിടെ ആണ് എന്ന് പറയാൻ വേണ്ടി ഇസ്. അനു ഇസ് ഇൻ കാനഡ. അയ്യോ റിയ അവിടെയാണല്ലോ, അതെങ്ങനെ പറയും? സോ ഇസ് റിയ, കണ്ടോ അവിടെ ഇസ് വന്നു. സോ ഇസ് റിയ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കട്ടെ. ഞാൻ പറയാണ് എനിക്കിപ്പോൾ എസ്സേ എഴുതാൻ പറ്റില്ല, ഒരു മൂഡില്ല. ഐ കാൺഡ് റൈറ്റ് ദ എസ്സേ നൗ. ഹോംവർക്ക് വന്നിട്ടുണ്ടേ മിസ്സ് സ്കൂളിൽ നിന്ന്, എനിക്കിപ്പോൾ എഴുതാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ കാൺഡ് റൈറ്റ് ദ എസ്സേ നൗ പറയാം. അപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ പറയാണ് എനിക്കും പറ്റില്ല, എങ്ങനെ പറയും? അപ്പോൾ എന്തെങ്കിലും സാധനം ചെയ്യാൻ പറ്റില്ല നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ നൈദർ കേട്ടോ. ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പറയുമ്പോഴാണ് സോ വെച്ച് തുടങ്ങുക. അപ്പോൾ ഇവിടെ എങ്ങനെ പറയും? എനിക്കും ഇപ്പോൾ എഴുതാൻ പറ്റില്ല. നൈദർ ക്യാൻ ഐ, നൈദർ ക്യാൻ ഐ. അത് കുറേ പേര് ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നൈദർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇനി മറക്കരുതേ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്, എങ്ങനെയാണ് പറയുക? ഐ എം ഫ്രം ആലപ്പുഴ അല്ലേ? ഐ എം ഫ്രം ആലപ്പുഴ. അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ പറയാണ് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അനു, അവളും ആലപ്പുഴയിൽ നിന്നാണ്, അത് നിങ്ങൾ എങ്ങനെയാണ് പറയുക? സോ ഇസ് അനു. നമ്മളിപ്പോൾ നേരത്തെ പഠിച്ച സെൻറ്റൻസ് ആണ് അല്ലേ? ഐ എം ഫ്രം ആലപ്പുഴ, സോ ഇസ് അനു. അപ്പോൾ ഐയുടെ കൂടെ ആം വരും. ഷീ, ഹീ അല്ലെങ്കിൽ ഇറ്റ് അല്ലെങ്കിൽ ഒരാൾ സിംഗുലർ വന്നാൽ നമ്മൾ ഇസ് ഉപയോഗിക്കുമ്പോൾ, അതുകൊണ്ടാണ് സോ ഇസ് അനു. ഇനി ഞാൻ പറയാണ് ഞാൻ ഒരിക്കലും ഓസ്ട്രേലിയയിൽ പോയിട്ടില്ല, അങ്ങനെ പറയാ? ഐ ഹാവ് നെവർ ബീൻ ടു ഓസ്ട്രേലിയ. അപ്പോൾ ബീൻ എന്നുള്ളത് നമ്മൾ ബീൻ എന്ന് പറയുമെങ്കിലും പൊതുവെ ഇംഗ്ലീഷുകാർ കുറച്ച് ചുരുക്കിയിട്ട് ബിൻ എന്ന് പറയാം. ഐ ഹാവ് നെവർ ബീൻ ടു ഓസ്ട്രേലിയ. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഈ അടുത്ത് നോട്ടീസ് ചെയ്തത് ഐ ഹാവ് നെവർ ബീൻ ടു ഓസ്ട്രേലിയ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയാണ് ഞാനും പോയിട്ടില്ലല്ലോ, ഞാനും എങ്ങനെയാണ് അങ്ങനെ പറയും? അപ്പോൾ ആ സെൻറ്റൻസിൽ ഹാവ് വന്നില്ലേ? ഐ ഹാവ് നെവർ ബീൻ ടു ഓസ്ട്രേലിയ. അപ്പോൾ ഉത്തരം എങ്ങനെയായിരിക്കും?
നെഗറ്റീവ് വന്നു അല്ലേ, പോയിട്ടില്ല എന്ന് പറയുന്നതുകൊണ്ട് നൈദർ വന്നു. നൈദർ ഹാവ് ഐ. നൈദർ ഹാവ് ഐ. അടുത്തത് ഞാൻ ഷാഫിനെ കുറിച്ച് പറയണേ. ഷാഫിക്ക് ഗിറ്റാർ വായിക്കാൻ പറ്റും, നന്നായിട്ട് ഗിറ്റാർ വായിക്കും. ഞാൻ എങ്ങനെ പറയണേ? ഷാഫി ക്യാൻ പ്ലേ ദ ഗിറ്റാർ. അവിടെ ദ വേണേ. ഈ ദ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടാത്തേ എന്നുള്ളത് ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഷാഫി ക്യാൻ പ്ലേ ദ ഗിറ്റാർ അല്ലേ. അവൻ്റെ കസിനില്ലേ, അവനും ഇത് വായിക്കാനുള്ള കഴിവുണ്ട്, അവനും പറ്റും. അതെങ്ങനെ പറയും? സോ ക്യാൻ ഹിസ് കസിൻ. ക്യാൻ വന്നപ്പോൾ ഇവിടെയും ക്യാൻ വേണം, ഹാവ് വന്നപ്പോൾ ഇവിടെ ഹാവ് വേണം, നമ്മൾ പഠിച്ചു. സോ ക്യാൻ ഹിസ് കസിൻ. ഇനി പല ആൾക്കാർക്കും പറയാൻ പറ്റുന്നൊരു സെൻറ്റൻസാണ്, കഴിഞ്ഞ വർഷം എനിക്ക് കോവിഡ് വന്നു. എങ്ങനെ പറയും? ലാസ്റ്റ് ഇയർ ഐ ഹാഡ് കോവിഡ്. ലാസ്റ്റ് ഇയർ ഐ ഹാഡ് കോവിഡ്. എനിക്ക് കോവിഡ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഉണ്ടാവുക, അപ്പോൾ ഹാവ് ഉപയോഗിക്കുക. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഹാഡ്. ഐ ഹാഡ് കോവിഡ്. എനിക്കും ഉണ്ടായിരുന്നു. അതെങ്ങനെ പറയും? പാസ്റ്റ് ടെൻസ് വരുമ്പം അവിടെ ഹാഡ് എടുത്ത് ഇവിടെ ഇടരുത്, ഡിഡ് മാത്രം ഉപയോഗിക്കുക. സോ ഡിഡ് ഐ. ഹാവ് വരുമ്പോഴോ ക്യാൻ വരുമ്പോഴോ ഒക്കെയാണ്, അല്ലെങ്കിൽ ഇസ് വരുമ്പോഴോ ആം വരുമ്പോഴോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ അതിനെ എടുത്തിട്ട് ആ സെൻറ്റൻസിൽ ഇടുക. എനിക്കും എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസിൽ ഡിഡ് മതി കേട്ടോ. സോ ഡിഡ് ഐ. അനു പറയാണ്, ഞാൻ ലേറ്റായി. എങ്ങനെ പറയും? ഐ എം ലേറ്റ്. അപ്പോൾ ലേറ്റ് ആയിട്ടോ, ഐ എം ലേറ്റ്. അപ്പോൾ നിങ്ങൾ പറയാണ്, ഞാനും ലേറ്റാ. അതെങ്ങനെ പറയും? സോ ആം ഐ. സോ അനു പറയാണ് ഐ ആം ലേറ്റ്. അപ്പോൾ അനുവിൻ്റെ കാര്യം പറയുമ്പോൾ ഐ ആം ലേറ്റ്. അപ്പോൾ നിങ്ങൾ പറയാണ് സോ ആം ഐ, ഞാനും അങ്ങനെയാണ്. ഇത് കുറച്ച് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കണേ. റിയ പറയാണ്, ഞാൻ അറബിക്ക് സംസാരിക്കും. റിയ എന്ന് പറയുന്ന കുട്ടി ജനിച്ചപ്പോൾ മുതൽ വീട്ടിൽ അറബി സംസാരിച്ച് വളർന്നൊരു കുട്ടിയാണ്. ആ അർത്ഥത്തിൽ ഐ സ്പീക്ക് അറബിക് എന്ന് റിയ പറയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് പറയുക? ഞാനും അങ്ങനത്തെ ഒരാളാണ്, ഞാനും അറബിയാണ് സംസാരിക്കുക. എങ്ങനെ പറയാം? സോ ഡു ഐ അല്ലേ. പ്രസൻറ്റ് ടെൻസിലാണ് കുറച്ച് ടഫ്, പാസ്റ്റ് ടെൻസിൽ എപ്പോഴും ഡിഡാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പ്രാക്ടീസൊക്കെ ചെയ്തപ്പോൾ എല്ലാവർക്കും കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കണു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കോമെൻറ്റ്സിലിട്ട് അറിയിക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. സ്പീഡ് കൂടുതലുണ്ടെങ്കിലോ അല്ലെങ്കിൽ പറയുന്നത് എവിടെയെങ്കിലും ക്ലിയർ അല്ലെങ്കിലോ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ ഒക്കെ കോമെൻറ്റ്സിൽ അറിയിക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.